സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക ക്ഷമക്ക് പറയാനുള്ള ബാക്കി കഥയുണ്ടല്ലോ അത് കേൾക്കാനായിട്ട് റെഡിയായിരിക്കുവാണ്. ഈ സമയം ആങ്കർ ക്ഷമയോട് പറയണേ, നമ്മൾ ഇന്നലെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പോയിന്റിൻ്റെ അവിടെ വെച്ചാണ് കഥ സ്റ്റോപ്പ് ചെയ്തത്. ഇനി മാഡത്തിൻ്റെ ജീവിതത്തിൽ ബാക്കി എന്താണ് നടന്നത്, മാഡത്തിൻ്റെ കുഞ്ഞിന് എന്താണ് പറ്റിയത്, അതെല്ലാം അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണേ. അത് മാഡത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഈ സമയം ക്ഷമ ഒരു നിമിഷം തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ഓർക്കുവാണ്. എന്നിട്ട് പറയുക, ഞാനെല്ലാം പറയാം. എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ അഖിൽ സാർ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞിനെ അവർ തട്ടിയെടുത്തുകൊണ്ട് പോയി. പിന്നീട് എൻ്റെ കുഞ്ഞിനെ അവർ കൈവശം വെച്ചിരിക്കുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഐശ്വര്യ അവരോട് ഞാൻ കരഞ്ഞപേക്ഷിച്ചു എൻ്റെ കുഞ്ഞിനെ വിട്ടുതരാൻ, പകരം എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അന്നേരം അവർ എന്നോട് ആവശ്യപ്പെട്ടത് അഖിൽ സാറിൻ്റെ അമ്മയായ വസുന്ധരാമ്മ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്ന സ്വത്തുക്കളായിരുന്നു. അത് കൊടുക്കാമെന്ന് ഞാൻ അന്നേ സമ്മതിച്ചതാണ്. അങ്ങനെ വക്കീലിനെ ചെന്ന് കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ച സകല സ്വത്തുക്കളും ഐശ്വര്യയുടെ പേരിലാക്കുകയും ചെയ്തു. അങ്ങനെ ഐശ്വര്യ എന്നെയും കൂട്ടി ഒരു ഓർഫനേജിലേക്ക് പോയി. ആ ഓർഫനേജിലായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. അവിടുത്തെ സിസ്റ്ററിനോട് അന്വേഷിച്ചപ്പോഴും സിസ്റ്റർ എന്നോട് തുറന്നു പറഞ്ഞു കുഞ്ഞിവിടെ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ഒത്തിരി പ്രതീക്ഷകളോടെ സിസ്റ്ററിനൊപ്പം പോയി. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞവിടെ ഇല്ലായിരുന്നു. ഇതേ സമയം ഐശ്വര്യ നേരത്തെ തന്നെ ഐശ്വര്യയുടെ ആളെ വിട്ട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. അങ്ങനെ രാത്രിയിൽ ആ കുഞ്ഞുമായിട്ട് അയാൾ അവിടെ എത്തുമ്പോഴേക്കും അയാൾക്ക് ആവശ്യത്തിനുള്ള പണം കൊടുക്കും ഐശ്വര്യ. ഈ കുഞ്ഞിന് ജീവനോടെ ഈ ഭൂമിയിൽ എനിക്കൊരു വെല്ലുവിളിയായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഈ കുഞ്ഞിനങ്ങ് കൊന്നു കളഞ്ഞേക്കണം. അതിനുവേണ്ടി നിനക്ക് തരുന്ന പണമാണിത്. കൃത്യം പൂർത്തിയാക്കിയ ബാക്കി പണവും കൂടി തന്നിരിക്കും. അങ്ങനെ ഐശ്വര്യ കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആൾക്ക് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖം കൊണ്ട് കൊല്ലാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിനെ ഒരു കൊട്ടവഞ്ചിയിലാക്കി പുഴയിലേക്ക് ഒഴുക്കി വിടുവാണ്. ഇക്കാര്യങ്ങളെല്ലാം ക്ഷമ പറഞ്ഞു തീർത്തതും രാധിക ഞെട്ടലോടുകൂടി ആ സത്യം തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എണീറ്റ് പോകുവാണ്. എന്നിട്ട് നേരെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പൂജാമുറിയിൽ ഭഗവാന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുവാണ്. ഭഗവാനെ, എന്തൊക്കെയാണ് ഞാനീ കേട്ടത്? എന്നിട്ട് അച്ഛൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓർക്കുക. അച്ഛൻ എന്നെ എങ്ങനെ കിട്ടിയെന്ന് രാധിക ചോദിച്ചല്ലോ. അന്നേരം ദേവ പറഞ്ഞല്ലോ ഒരു കുട്ടവഞ്ചിയിലാക്കി പുഴയിലൂടെ ഒഴുകി വന്നാൽ കിട്ടിയെന്ന്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് രാധിക സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയും പത്മിനിയും പിന്നാലെ ചെല്ലുന്നുണ്ടാവും. മോളെ, എന്താ പറ്റിയത്? എന്താ രാധിക മോളെ കാര്യം? മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അന്നേരം രാധിക പറയണേ, മുത്തശ്ശി, അമ്മേ, ശ്യാമ മേഡം പ്രസവിച്ച ആ കുഞ്ഞാണോ ഞാൻ? ശ്യാമ മേഡം എൻ്റെ അമ്മയാണോ? ശ്യാമ മേഡം പറഞ്ഞത് കേട്ടില്ലേ? മാഡത്തിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ കൊടുത്ത ആൾ ഒരു പുഴയിലാക്കി കുട്ടവഞ്ചി കയറ്റി ഒഴുക്കി വിട്ടുവെന്ന്. അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എങ്ങനെയാണ് എന്നെ കിട്ടിയതെന്ന്. അമ്പലത്തിൽ പൂജക്കടെ കിട്ടിയതാന്ന് പറഞ്ഞു. അച്ഛൻ അവിടെയുള്ള പൂജാരിയോട് അന്വേഷിച്ചപ്പോൾ പുഴയിൽ ഒഴുകി വന്ന ഒരു കുട്ടവഞ്ചി നിന്ന് അവർക്ക് എന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാമ മേഡത്തിൻ്റെ ആ കുഞ്ഞായിരിക്കുമോ ഞാൻ? എങ്ങനെയാ ഇതിൻ്റെ സത്യമെന്ന് ഞാൻ അറിയുന്നത്? എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് എൻ്റെ. സ്വന്തം അമ്മ ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പറഞ്ഞ് രാധിക കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിക്ക് പത്മിനിക്കൊക്കെ രാധികയുടെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അങ്ങനെ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും പത്മിനിയോട് തുറന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനും വരുണും കൂടി കമ്പനി നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് അവരിയ്ക്കുവാണ്. പരമേശ്വരൻ പറയണേ, എത്ര വലിയ നഷ്ടമാണ് നമ്മുടെ കമ്പനിക്ക് വന്നിട്ടുള്ളത്. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ വരുൺ. അതേ അച്ഛാ, കാര്യങ്ങൾ കൈവിട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിൽ നമ്മളെ തകർക്കാനായിട്ട് ആരൊക്കെയോ ഉന്നം വെച്ച് നടക്കുന്നുണ്ടച്ചാ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ബിസിനസ്സിലുണ്ടായ ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം. ആ ശത്രുക്കളുടെ പദ്ധതികൾക്ക് മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല വരുൺ. നമ്മൾ അവർക്ക് മുമ്പിൽ ജയിച്ച് നിൽക്കണം. നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയച്ച ആ എക്സ്പോർട്ടിങ്ങിൻ്റെ ഇടയിൽ എങ്ങനെയാണ് അതിൽ മയക്കുമരുന്ന് വന്നത്? അതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് മറ്റോ കിട്ടിയോ? ഇല്ലച്ചാ. ആ കേസിൽപ്പെട്ട ഐറ്റംസ് നമ്മൾ പുറത്തെടുക്കാനായിട്ട് എത്ര കോടി രൂപയെ ചിലവാക്കിയതെന്നറിയോ? നമ്മുടെ നീക്കിയിരിപ്പെല്ലാം അതിനു വേണ്ടി കളഞ്ഞു. മാത്രമല്ല കുറേ പ്രോപ്പർട്ടി വെച്ചു. എന്തിന്? നമ്മുടെ വീട് പോലും ഇപ്പോൾ പണയത്തിലാണ്. ഇക്കാര്യം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മേലുള്ള ക്രെഡിബിലിറ്റി പോലും തകരും. അച്ഛാ, ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മളധികം വൈകാതെ തന്നെ എല്ലാം തിരിച്ചു പിടിക്കുക അച്ഛാ. പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ കൊണ്ടു നടന്നത് എല്ലാം തകർന്നു പോകും. ഈ സമയം വരുൺ പറയണേ, അച്ഛാ, അച്ഛനെന്നെ ബിസിനസ് ഏൽപ്പിച്ചതിന് ശേഷം അച്ഛൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യമെല്ലാം തകർത്ത് കളഞ്ഞതായിട്ട് അച്ഛന് തോന്നിയോ? ഏയ്, ഒരിക്കലും ഇല്ല വരുൺ. ബിസിനസ്സിൽ ഇതുപോലെയുള്ള ചില തളർച്ചകളും തോൽവികളൊക്കെ സാധാരണമാണ്. അതിന് നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. എന്താണെങ്കിലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മളുടെ ഈ ഡിസ്കഷൻസ് നമ്മൾ രണ്ടുപേരിലും മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടുള്ളൂ. മറ്റാരോടും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. വരണ്ട, മനസ്സിലായല്ലോ? മനസ്സിലായച്ചാ. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും കേട്ടോ വരുണിൻ്റെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നത്. ഈ സമയം അവരുടെ ഡിസ്കഷനിലായതുകൊണ്ട് തന്നെ രാധികയുടെ കോൾ എടുക്കുന്നില്ല. അന്നേരം രാധിക ടെൻഷനാകുക. വരൺ എന്താ ഫോൺ എടുക്കാത്തത്?
ഇക്കാര്യം വരനോടെങ്കിലും സംസാരിക്കാമെന്ന് വെച്ചാൽ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഒന്നോട് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് രാധിക വീണ്ടും വിളിക്കുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, വരുൺ നീ ആ ഫോൺ എടുക്കുക. അങ്ങനെ വരുൺ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ രാധിക. വരുൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ശ്യാമ മേഡത്തെ പറ്റിയാ. എടോ രാധിക, ഞാനിപ്പോൾ അച്ഛനുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കഴിഞ്ഞ് തന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം രാധികക്കാണെങ്കിൽ ആകെ ഭ്രാന്തെടുക്കുക. ഞാനിനി എങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയും? ആരോട് ഞാൻ പോയി ചോദിക്കും? വരുണാണെങ്കിൽ തിരക്കാണെന്നും പറയുന്നു. ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. അങ്ങനെ പറഞ്ഞ് രാധിക താഴത്തേക്ക് പോകുവാണ്. അവിടെ ഇരുന്ന് വീണ്ടും ശ്യാമ പറഞ്ഞ വാക്കുകളും അതുപോലെ അച്ഛൻ്റെ വാക്കുകളും ഒക്കെ ഓർക്കുവാണ് കേട്ടോ. തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുവാണ് രാധികയാണെങ്കിൽ. ഈ സമയം മുത്തശ്ശിയും പത്മിനിയും അവിടെ മറഞ്ഞു നിന്ന് രാധികയെ നിരീക്ഷിക്കുന്നുണ്ടാവും. ഈശ്വര, ശ്യാമ മേഡം തന്നെയായിരിക്കും എൻ്റെ അമ്മ. വരുണെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. തിരക്ക് മാറിയ ഒന്ന് തിരിച്ചെങ്കിലും വിളിച്ചൂടെ? ഞാനിനി ആരോട് ചോദിക്കാനാ? എങ്ങനെ എനിക്കിതിൻ്റെ ഉത്തരം കിട്ടുക? നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്, ഇങ്ങനെ എന്നെ പ്രതിസന്ധിയിലാക്കിയെടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പെട്ടെന്ന് രാധികയ്ക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വരുവാണ്ടോ. അങ്ങനെ രാധിക വേഗം തന്നെ അവിടെ നിന്ന് ചാടി എണീറ്റ് റൂമിലേക്ക് ഓടിപ്പോകുവാണ്. ഈ സമയം മുത്തശ്ശിയും പത്മിനിയും അത് നോക്കി നിൽക്കുവാണ്ടോ. അന്നേരം പത്മിനി ചോദിക്കുന്നുണ്ട്, എന്നാലും അമ്മേ, എത്രയോ നാളുകൾക്ക് മുമ്പ് അമ്മയും വരണം ഈ കാര്യം മനസ്സിലാക്കി, എന്നിട്ടും രാധിക മോളോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. അന്നേരം ജയഭാരതി പറയണേ, പറഞ്ഞ ആ നിമിഷം തന്നെ അവൾ ഈ കാര്യം അംഗീകരിക്കുമെങ്കിൽ ഞങ്ങൾക്കത് പറയാൻ എന്തെങ്കിലും മടിയുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? രാധിക അവളുടെ അമ്മയെ തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷേ കുറച്ച് ദിവസം മുമ്പ് വരെ രാധിക പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, അതാണ് ഞങ്ങൾ ഈ സത്യം മറച്ചു വെക്കാൻ പ്രേരിപ്പിച്ചത്. സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് രാധികയ്ക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ എന്നും തന്നെ വലിച്ചെറിഞ്ഞ അവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലെന്നുമല്ലേ രാധിക പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവളുടെ അമ്മ ശ്യാമയാണെന്ന് ഞങ്ങൾ പോയി പറയുക? അതുകൊണ്ടാണ് എല്ലാ സത്യങ്ങളും രാധിക തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ അമ്മയെ വേണമെന്നും തൻ്റെ അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം രാധികയുടെ മനസ്സിലുണ്ടാക്കി അവൾ തന്നെ അമ്മയെ അന്വേഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് വരുണും ആരതിയൊക്കെ കൂടി തീരുമാനിച്ചത്. ഇപ്പോൾ എന്താണെങ്കിലും അതിനുള്ള സാഹചര്യമൊക്കെ വന്നില്ലേ? അവൾക്ക് ശ്യാമയുടെ ചിത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ബോധ്യമില്ലേ? ഇനി അവൾ അമ്മയെ കണ്ടെത്തും, അമ്മയെ തേടിപ്പോകും. ശരിയാ അമ്മ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പത്മിനി സന്തോഷത്തോടെ നിൽക്കുവാണ്. ഈ സമയം രാധിക പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് അമ്മയുടെ മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടി വരുക. അമ്മേ, മുത്തശ്ശി, ഞാനേ അത്യാവശ്യമായിട്ട് ഫിദ മാഡത്തിൻ്റെ വീട് വരെ ഒന്ന് പോകുക. എനിക്ക് ഫിദ മാഡത്തെ ഉടനെ കണ്ടേ പറ്റൂ. ഞാൻ പൊക്കോട്ടെ? അതിനെന്താ മോൾ അനുവാദമൊക്കെ ചോദിക്കുന്നത്? മോള് പോയിട്ട് വാ. അങ്ങനെ രാധിക അവിടെ നിന്നും പോകുമ്പോഴേക്കും പത്മിനി പറയണേ, ഫിദ മാഡത്തിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും എല്ലാ സത്യങ്ങളും പറയുമായിരിക്കും അല്ലേ? രാധിക മോള് എല്ലാം തിരിച്ചറിയും അല്ലേ അമ്മേ? പിന്നല്ലാതെ രാധിക തൻ്റെ അമ്മയെ കാണണമെന്ന് മാഡത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പറയില്ലേ, ഞാൻ തന്നെയാണ് നിന്നെ അമ്മ എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കില്ലേ? നോക്കിക്കോ, രാധിക മോളെ ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിങ്ങോട്ടേക്ക് വരുന്നത്. ആ കാഴ്ച കാണാനല്ലേ നമ്മളും കാത്തിരുന്നത്. അല്ലമ്മേ, നമുക്ക് വരണ്ടേയും കൂടി വിളിച്ച് പറയണ്ടേ? അപ്പോൾ അവനും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമല്ലോ. ഇത് അവരുടെ നിമിഷമാണ്. ആ സമയത്ത് അവർ രണ്ടാളും മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഇൻ്റർവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്യാമയും അമൃതയും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയം ശ്യാമക്ക് നല്ല ടെൻഷനുണ്ട്. മോളെല്ലാം കേട്ട് കാണുമല്ലേ? പിന്നല്ലാതെ എല്ലാം കേട്ട് കാണും. ഇനി രാധിക ചിന്തിക്കും. അമ്മയെ തിരിച്ചറിഞ്ഞ് അവൾ അധികം വൈകാതെ തന്നെ എല്ലാം മനസ്സിലാക്കി ശ്യാമയുടെ അരികിലേക്ക് ഓടിയെത്തും. ശ്യാമ നോക്കിക്കോ. അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും കേട്ടോ രാധികയുടെ കാറും അവിടെ എത്തുന്നത്. അങ്ങനെ രണ്ടാളും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രാധികയെ കാണുവാണ്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യാമ അങ്ങനെ അകത്തേക്ക് പോയി പർദ്ദയ്ക്കിട്ട് അകത്ത് റെഡിയായി നിൽക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ അമൃതയുടെ അരികിലേക്ക് ഓടി വരുക. ഫിദ മാഡം എവിടെ? എനിക്കിപ്പോൾ തന്നെ ഫിദ മാഡത്തെ കാണണം. നിൽക്കുമോളെ. എന്നാൽ രാധിക അതൊന്നും കേൾക്കാതെ നേരെ മുകളിലേക്ക് ഫിദേനെ കാണാനായിട്ട് ഓടി ചെല്ലുവാണ്. എന്നിട്ട് ശ്യാമ മാഡം തൻ്റെ അമ്മയാണോ എന്നുള്ള സത്യം ചോദിക്കുക. ഇനിയൊന്നും എന്നിൽ നിന്നും മറച്ചു വെക്കണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ശ്യാമ സത്യം വെളിപ്പെടുത്തുക. ഞാൻ തന്നെയാണ് നിൻ്റെ അമ്മ. എൻ്റെ മോളെ സ്നേഹിക്കാൻ വേണ്ടിയാ ഈ ഒരു വേഷം എനിക്ക് ധരിക്കേണ്ടി വന്നത്. ഒരമ്മയുടെ നിസ്സഹായ അവസ്ഥ. അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഫിദ എന്നുള്ള വേഷത്തിൽ വന്നത് താൻ തന്നെയായിരുന്നു എന്ന് എല്ലാം തുറന്നു പറയുവാണ്ടോ ശ്യാമ. അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതും രാധിക ആകെ തകർന്നു പോകുവാണ്. രാധികക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല കേട്ടോ. അങ്ങനെ രാധിക ശ്യാമയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുവാണെന്നാണ് തോന്നുന്നത്. രാധികയുടെ ആ പെരുമാറ്റത്തിൽ ശ്യാമയും തകർന്നു പോകുന്നുണ്ട്. ശ്യാമ അങ്ങനെ ഭഗവാന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അവളെന്നെ നിഷേധിച്ച് ഒരിക്കലും പോകില്ല എന്ന് വിശ്വസിച്ചതല്ലേ, എന്നിട്ടും അവളെന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയില്ലേ, കണ്ടില്ലേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുവാണ് കേട്ടോ ശ്യാമ. ഈ സമയം അമൃത വന്ന് ശ്യാമയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുണും പരമേശ്വരനും കൂടി കണിമംഗലത്ത് തിരിച്ചെത്തുന്നതാണ്. അങ്ങനെ രാധികയുടെ ജന്മരഹസ്യം തിരിച്ചറിഞ്ഞിട്ട് പരമേശ്വരൻ ഒത്തിരി സന്തോഷമാകുക. രാധിക മോൾക്ക് ഇങ്ങനെ ഒരു ജന്മരഹസ്യം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ അവർ രാധികയുടെ ശ്യാമയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും.
രാധിക അമ്മയുടെ അരികിലേക്കാണ് പോയതെന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ സങ്കടത്തോടെ അങ്ങോട്ടേക്ക് ഓടിക്കേറി വരുന്നുണ്ട്. രാധികയുടെ പെരുമാറ്റമൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടലോട് കൂടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്